മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി. എൻ്റെ പേര് ആൻ്റണി, ഇതെൻ്റെ വൈഫ് സുബിമോൾ. ഞങ്ങൾ ചേർത്തലിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം ഞങ്ങളുടെ മക്കളുടെ പഠനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ലോണിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും സർക്കാർ ജോലിക്കാരാണ്. ഞങ്ങൾക്ക് സിബിൽ സ്കോറുണ്ട്. മറ്റ് അത്യാവശ്യം ഒരു ലോൺ കിട്ടാൻ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾക്ക് ഉണ്ട്. എന്നാലും ഒരു 2 വർഷം മുമ്പ്, അതായത് 2023 മുതൽ ഏകദേശം ആദ്യം ഒരു ബാങ്കിൽ നമ്മൾ പോയി. അവർ ലോൺ തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ലോൺ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് രണ്ടാമതൊരു ബാങ്കിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും ഇതുപോലെ പേപ്പറുകളെല്ലാം കൊടുത്തു. ഏതാണ്ട് ഒരു 6 മാസമായപ്പോൾ അവർ ലോൺ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. മൂന്നാമതൊരു ബാങ്കിൽ പോയി. അവിടെയും ചെന്നു. എല്ലാ പേപ്പറുകളും നമ്മുടെ കയ്യിലുണ്ട്, ആവശ്യമായ എല്ലാ കാര്യങ്ങളുമുണ്ട്, പക്ഷേ ലോൺ കിട്ടുന്നില്ല. 4മതൊരു ബാങ്കിൽ പോയി. അവിടെയും ചെന്നു. ഇതുപോലൊരു 6 മാസം അവരുടെ പുറകെ നടന്നു പേപ്പറുകളുമായിട്ട്. അവസാനം ലോൺ തരാൻ പറ്റില്ല എന്നവർ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ 4 ബാങ്കിൽ പോയിട്ട് എല്ലാ പേപ്പറുകളും റെഡിയായി നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ടും നമുക്ക് ലോൺ കിട്ടാത്തൊരവസ്ഥ. അതോടൊപ്പം തന്നെ ഏതാണ്ട് ഈ പഠനവുമായി ബന്ധപ്പെട്ട് എൻ്റെ ഹൗസിംഗ് ലോൺ ഉൾപ്പെടെ ഒരു 4 ലോണെങ്കിലും പാസ്സായാൽ മാത്രമാണ് നമുക്ക് ലോൺ കിട്ടുന്നത്. ആ സമയത്താണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് 3/8/2024. അതിനു മുമ്പ് വൈഫ് ഉടമ്പടി എടുത്തിരുന്നു. 8 തവണ പുതുക്കിയിട്ടുണ്ട്. മക്കളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ വരുമ്പോൾ പല പ്രാവശ്യം വന്നെങ്കിലും ഇവിടെ ഭാര്യയും ഭർത്താവ് ഉടമ്പടി എടുക്കണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് തിരിച്ചു പോയിട്ടുണ്ട്. എന്നാൽ ഈ 3/8 വന്നപ്പോൾ കൃത്യമായിട്ട് എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിച്ചു. ഞാൻ വിശ്വസിക്കുന്നത് മാതാവ് ഉടമ്പടി എടുക്കാനായിട്ട് ഉദ്ദേശിച്ച സമയം അതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് ഒരു ദിവസം വന്ന് അച്ഛനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. അച്ഛനോട് പ്രാർത്ഥിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ആ സമയത്ത് എനിക്കൊരു സംശയമുണ്ടായി, അച്ഛനൊന്നും പറയാത്തത് എൻ്റെ ഉടമ്പടിയുടെ എന്തെങ്കിലും കുഴപ്പമാണോ എന്ന്. പക്ഷേ പിന്നീട് ഒരു 3-4 ആഴ്ച കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറയുണ്ടായി, ഞാൻ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഉടമ്പടി കുഴപ്പമില്ലാത്തതാണെന്നും അതിൻ്റെ യഥാസമയം അത് നടന്നോളൂ എന്നാണ്. അപ്പോൾ എനിക്കൊരു ആശ്വാസമായി. ഏതാണ്ട് ഒരു 2 മാസം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ലോണിൻ്റെ എല്ലാ പേപ്പറുകളും റെഡിയായി കൃത്യമായി എനിക്ക് ലോൺ കിട്ടി. അപ്പോൾ എനിക്കുണ്ടായ ബോധ്യം, അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, നോട്ട് ഓൺ ബൈ മെറിറ്റ് ബട്ട് ഓൺ യുവർ ഗ്രേസ് എന്ന്. യഥാർത്ഥത്തിൽ എല്ലാ മെറിറ്റും എൻ്റെ കയ്യിലുണ്ട്. സിബിൽ സ്കോറുണ്ട്, ഞങ്ങൾക്ക് ജോലിയുണ്ട്, അടയ്ക്കാനുള്ള കഴിവുണ്ട്, മറ്റെല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. പക്ഷേ ലോൺ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ആശ്രയിച്ചിരുന്നത് ഈ എൻ്റെ മെറിറ്റിലായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ മെറിറ്റ് ഉണ്ടെങ്കിലും മെറിറ്റിൽ ആശ്രയിക്കാതെ അമ്മയിൽ ആശ്രയിച്ചപ്പോഴാണ് എനിക്ക് ലോൺ കിട്ടിയത്. അത് എൻ്റെ ചിന്താഗതിയെ, എൻ്റെ ബോധ്യങ്ങളെ മാറ്റിമറിക്കുന്നതായിരുന്നു. അതായത് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കാതെ എന്നിൽ തന്നെ ആശ്രയിച്ചപ്പോൾ എനിക്കുണ്ടായ നഷ്ടത്തെക്കുറിച്ച് എനിക്കത് ബോധ്യപ്പെടുത്തി തന്നു. അതിനുശേഷം പിന്നീട് ഒരിക്കലും മനുഷ്യരിൽ ആശ്രയിക്കാതെ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നത് പിന്നീടുണ്ടായ എല്ലാ കാര്യങ്ങളിലും അത് എനിക്ക് വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തി തന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ഉണ്ടായ എൻ്റെ ജീവിതത്തിലൊരു മാറ്റമെന്ന് പറയുന്നത്, ഞാൻ ചെറിയ കാര്യങ്ങൾക്ക് പോലും അസ്വസ്ഥതപ്പെടുകയും രാത്രിയിൽ ഉറങ്ങാതെ എഴുന്നേറ്റിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എല്ലാ കാര്യങ്ങളും, ആത്മീയമായാലും ഭൗതികമായാലും എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മയെ ഏൽപ്പിക്കും. അങ്ങനെ ഏൽപ്പിക്കുമ്പോൾ ഞാനിപ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങാറുണ്ട്. എത്ര വലിയ പ്രശ്നമായാലും. പലപ്പോഴും എനിക്ക് മുമ്പ് തോന്നിയിരുന്നത് ഞാൻ തീച്ചൂളയിൽ കൂടെ നടന്നു പോകുന്ന അനുഭവമാണ് ഉണ്ടായത്. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം പ്രശ്നങ്ങൾക്ക് മാറ്റമൊന്നുമില്ല. അതേപോലെ തന്നെ ഇതുപോലെ ഓരോ ദിവസവും വലിയ നഷ്ടങ്ങളുണ്ടാകുന്ന, വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. പക്ഷേ അതൊന്നും ഇപ്പോൾ എന്നെ ബാധിക്കുന്നില്ല. ഞാൻ പരിശുദ്ധ അമ്മയുടെ കൂടെ വളരെ കൂളായിട്ട് ഒരു പുൽത്തകടിയിൽ കൂടെ നടന്നു പോകുന്ന ഒരനുഭവം. എൻ്റെ 2മത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ആത്മീയ പ്രതിസന്ധിയാണ്. ഏതാണ്ടൊരു 15 വർഷത്തോളം ഞാൻ സ്ഥിരമായിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു. എനിക്കത് വലിയൊരു തീക്ഷ്ണതയോടുകൂടി ഞാൻ ചെയ്തിരുന്നൊരു കാര്യമാണ്. എത്ര ദൂരെ യാത്ര ചെയ്ത് വേണമെങ്കിലും അല്ലെങ്കിൽ എത്ര എഫർട്ട് എടുത്ത് വേണമെങ്കിലും ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമായിരുന്നു. എത്ര ദൂരെ പോയാലും അത് കണ്ടിട്ടേ ഞാൻ അന്നത്തെ ദിവസം പൂർത്തിയാക്കുള്ളായിരുന്നു. പക്ഷേ ഈ ഉടമ്പടി എടുക്കുന്നതിനൊരു 3 മാസക്കാലം മുന്നേ വരെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാ ദിവസവും കുർബാന കണ്ടിരുന്ന എനിക്ക് ആഴ്ചയിൽ ഞായറാഴ്ച കഴിഞ്ഞാൽ പിന്നെ ഒരു 2 ദിവസമൊക്കെ മാത്രം കുർബാന കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തി. പലപ്പോഴും നമ്മൾ എഫർട്ട് എടുത്തൊരു പള്ളിയിൽ കുർബാനയ്ക്കായിട്ട് ചെല്ലുമ്പോൾ അവിടെ അന്ന് എന്തെങ്കിലും കാരണത്താൽ ചിലപ്പോൾ കുർബാന ഉണ്ടാവില്ല. അപ്പോൾ അതൊരു ആത്മീയ പ്രതിസന്ധിയായിട്ട് ഞാൻ ഈ കഴിഞ്ഞ 15 വർഷം അല്ലെങ്കിൽ 20 വർഷം കൊണ്ട് ആത്മീയ തലത്തിലുണ്ടായൊരു വളർച്ചയിൽ എന്നെ പിന്നോട്ടടിക്കുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടായ ഒരവസ്ഥയിൽ ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ എൻ്റെ ഈ കുർബാനയുടെ പ്രതിസന്ധി അല്ലെങ്കിൽ എൻ്റെ ആത്മീയതയിലുള്ള പ്രതിസന്ധി മുഴുവൻ ഞാൻ അമ്മയെ ഏൽപ്പിച്ചു.
എൻ്റെ 2 ഉടമ്പടി പുതുക്കലിലും ഒന്നാമത്തെ എൻ്റെ നിയോഗമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗമായിരുന്നു. 6ാമത്തെ നിയോഗം പരിശുദ്ധ അമ്മയുടെ നിയോഗമായിരുന്നു. അപ്പോൾ എൻ്റെ ഈ ആത്മീയ പ്രതിസന്ധി എനിക്ക് തോന്നുന്നു പരിശുദ്ധ അമ്മ ഏറ്റെടുത്തു എന്നാണ് ഞാൻ വിചാരിക്കുക. പിന്നീട് ഒരിക്കലും ഉടമ്പടി എടുത്തതിന് ശേഷം ഒരിക്കലും എനിക്ക് വിശുദ്ധ കുർബാന മുടങ്ങിയിട്ടില്ല. അതുമാത്രമല്ല ആത്മീയ തലത്തിൽ ഒത്തിരി മുന്നേറാൻ സാധിച്ചു. അതുപോലെ തന്നെ ഞാൻ ബാങ്ക് ലോണിൻ്റെ കാര്യത്തിന് പോയപ്പോൾ ഓരോ തവണ പോകുമ്പോഴും നമ്മൾ ഉടമ്പടി ഉപ്പ് ബാങ്കിൽ കൊണ്ടുപോയിട്ട് അവിടെ ഇട്ടിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കും. പലപ്പോഴും ചിലപ്പോഴൊക്കെ നമുക്ക് അവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ ഉടനെ അമ്മയോട് പ്രാർത്ഥിക്കും, അമ്മ ഇതിനുള്ള ഉത്തരം അമ്മ തന്നെ കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ലാത്ത, അത് ഈ ലോണിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, പല സ്ഥലങ്ങളിലും നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഉത്തരം ഭൗതികമായിട്ട് നമുക്ക് ഉത്തരം കൊടുക്കാൻ സാധിക്കാത്തവരും, അങ്ങനെ ഉത്തരം കൊടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ ഞാൻ മിണ്ടാതിരിക്കുമ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കും, അമ്മ തന്നെ ഈ കാര്യത്തിനൊരു ഉത്തരം അവർക്ക് കൊടുക്കണമെന്ന്. കുറച്ച് കഴിയുമ്പോൾ അവർ ആ വിഷയം വിട്ടിട്ട് പുതിയൊരു വിഷയത്തിലേക്ക് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ ആത്മീയ ജീവിതത്തിലുണ്ടായ ഒരു മാറ്റവും വളരെ വലുതാണ്. പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ചുകൊണ്ടാണ് ഞാനിന്ന് ആത്മീയ തലത്തിൽ മുന്നേറുന്നത്. മൂന്നാമതായിട്ട് എനിക്ക് പരിശുദ്ധ അമ്മയും ഈശോയും കൂടെ എൻ്റെ ഭവനത്തിൽ സന്ദർശിച്ചതിൻ്റെ കാര്യമാണ് പറയാനുള്ളത്. ഈ കഴിഞ്ഞ മാസം മാർച്ച് മാസം 20-ാം തീയതി വെളുപ്പിന് ഞാൻ ഉറക്കത്തിലായിരിക്കുമ്പോൾ എനിക്കൊരു അനൗൺസ്മെൻറ്റ് കേൾക്കാനിടയായി, ഇത് അപ്പൻ വരുന്നുവെന്ന്. ഞാൻ എപ്പോഴും ദൈവത്തെ എൻ്റെ അപ്പ എന്നാണ് വിളിക്കാറ്. അപ്പോൾ അപ്പൻ വരുന്നുവെന്ന് അനൗൺസ്മെൻറ്റ് കേട്ടെങ്കിലും എനിക്ക് എഴുന്നേക്കാൻ സാധിച്ചില്ല, ഉറക്കത്തിലായിരുന്നതുകൊണ്ട്. പെട്ടെന്ന് കൊതുക് കുത്തിയതുപോലെ ഞാൻ ചാടി എഴുന്നേറ്റ് എൻ്റെ കട്ടിലിരിക്കുമ്പോൾ ഈശോയും അമ്മയും കൂടെ എൻ്റെ കട്ടിലിൽ വന്നിരിക്കുകയും അവരെ ആ സമയം എനിക്കുണ്ടായ ഒരു അനുഭവം പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. കാര്യം ഞാൻ ആ സമയം ഈശോ അന്ന് മനസ്സിലായ ആ സമയം മുതൽ എൻ്റെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഞാൻ ആ കണ്ണുനീര് കൊണ്ട് ഈശോയുടെ പാദങ്ങൾ കഴുകുന്നതായിട്ടും എൻ്റെ നന്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ നന്മയുടെ സുഗന്ധം ഉപയോഗിച്ച് ഈശോയുടെ പാദത്തിൽ പൂശുന്നതായിട്ടുമൊക്കെ ഞാൻ ആത്മീയമായിട്ട് അതിൽ അങ്ങനെ സമർപ്പിച്ചു. അതിനുശേഷം ഒരു 10-20 മിനിറ്റോളം സമയം ഞാൻ ഈ ഒരു അനുഭവം എനിക്കുണ്ടായി. ആ സമയത്തെല്ലാം എനിക്ക് ഓർമ്മ വന്ന ആളുകൾക്കെല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ആ കാര്യത്തിലെല്ലാം പിന്നീട് ഒരു നല്ല അനുഭവം ഉണ്ടായതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പിറ്റേന്ന് രാവിലെ ഉണർന്നപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു, ഇന്നലെ രാത്രിയിൽ ഈശോയും പരിശുദ്ധ അമ്മയും കൂടെ നമ്മുടെ ഭവനത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞാൽ വൈഫിന് വിശ്വാസം തോന്നുന്നു. ഞാൻ ആ സമയത്ത് തന്നെ പ്രാർത്ഥിച്ചിരുന്നു, വൈഫിന് വിശ്വാസം തോന്നുന്ന രീതിയിലൊരു അടയാളം തരണമെന്ന് ഞാൻ ഈശോയോട് അന്നേരം തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ ആദ്യം ചെയ്യുന്ന പണി, ഞങ്ങൾ 2 പേരും കൂടെ ഇരുന്ന് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കേൾക്കുക എന്നുള്ളതാണ്. അത് കേട്ടതിന് ശേഷം മാത്രം വേറെ എന്തൊരു പ്രാർത്ഥന പോലും, രാവിലത്തെ പേഴ്സണൽ പ്രെയർ പോലും നമ്മൾ ചെയ്യാറുള്ളൂ. അപ്പോൾ അങ്ങനെ അത് കേട്ടോണ്ടിരിക്കുന്ന വഴിക്ക് അച്ഛൻ ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങിയ ഒരു 2-3 മിനിറ്റിനുള്ളിൽ അച്ഛൻ പറയുന്നത്, പലർക്കും പരിശുദ്ധ അമ്മയുടെ സുഗന്ധാഭിഷേകവും ദർശനവും സന്ദർശനവും ഒക്കെ കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത് കേട്ട ഉടനെ വൈഫ് എന്നോട് പറഞ്ഞു, അച്ഛൻ അത് കൺഫേം ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വലിയൊരു അനുഭവം, ആത്മീയ അനുഭവം നമ്മൾക്ക് ലഭിക്കാൻ ഇടയായിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം, ഞാൻ പ്രേക്ഷിത പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നത്, ഉടമ്പടി പത്രം വാങ്ങിച്ചിട്ട് മെഡിക്കൽ കോളേജിൽ കൊടുക്കും. ചിലരെങ്കിലുമൊക്കെ നമ്മളോട് പറയും അതെനിക്ക് വേണ്ട എന്ന് പറയും. അപ്പോൾ അവരെ ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും. അതുകൂടാതെ ഞാൻ കരിസ്മാറ്റിക്കിൽ പ്രവർത്തിക്കുന്നുണ്ട്. കരിസ്മാറ്റിക്കിലുള്ള പലർക്കും ഈ കൃപാസനത്തെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ചൊരു വലിയ താല്പര്യമില്ലാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് പറയും, എൻ്റെ അനുഭവം ഓരോന്ന്, എനിക്ക് ഇന്ന കാര്യത്തിൽ ഇന്ന രീതിയിൽ അമ്മയുടെ സഹായം കിട്ടി, ഇന്ന കാര്യത്തിൽ ഇന്ന രീതിയിൽ കിട്ടി എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സമയമെടുത്ത് 1/2 മണിക്കൂർ 1 മണിക്കൂർ വരെ നിന്ന് അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ എവിടെയൊക്കെ ചെന്നാലും അത് ചിലപ്പോൾ സാഹചര്യം അനുകൂലമല്ലായിരിക്കും, പക്ഷേ എന്നാലും ഞാൻ പറയാറുണ്ട്, നിങ്ങളുടെ ബുദ്ധിമുട്ട് മാറാനായിട്ട് കൃപാസനത്തിൽ ഒരു ഉടമ്പടി എടുത്തുകൂടെ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ പ്രേക്ഷിത പ്രവർത്തനം കൃപാസനത്തെക്കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് പരമാവധി ശ്രദ്ധിക്കാറുണ്ട്. നമ്മുടെ കാരുണ്യ പ്രവൃത്തിയാണ്. കാരുണ്യ പ്രവൃത്തിയിൽ ഞാൻ ആദ്യം ചെയ്തത് അഗതി മന്ദിരങ്ങൾ പോലുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുകയായിരുന്നു. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അവിടെ പോകും, പക്ഷേ അത് എപ്പോഴും ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു സങ്കടം, എല്ലാ ദിവസവും ഒരു ചെറിയ കാരുണ്യ പ്രവൃത്തിയെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ഒരു ദിവസം അമ്മ മാതാവ് എനിക്കൊരു ആശയം തന്നു. അതായത് ഭക്ഷണപ്പൊതി കയ്യിൽ കരുതുക. ഞാൻ എല്ലാ ദിവസവും യാത്ര ചെയ്ത് ജോലിക്ക് പോകുന്ന ഒരാളാണ്. അപ്പോൾ ഭക്ഷണപ്പൊതി കയ്യിൽ കരുതാനായിട്ട് ഞാനത് കയ്യിലെടുത്ത് വെച്ചു. രണ്ട് പൊതി എൻ്റെ കയ്യിലെടുത്ത് വെച്ചു. ഈ 2 പൊതി വാങ്ങിച്ചിട്ട് ഞാൻ അപ്പം തന്നെ പ്രാർത്ഥിച്ചു, ഇത് കൊടുക്കേണ്ട ആളെയും കൂടെ അമ്മ കാണിച്ചു തരണമെന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. അമ്മ മാതാവ് അപ്പം തന്നെ ഒരു 50 മീറ്റർ പോയില്ല ഒരാളെ എനിക്ക് കാണിച്ചു തന്നു. പക്ഷേ ഞാനപ്പം ആലോചിച്ച് നോക്കുമ്പോൾ ഈ മനുഷ്യൻ എല്ലാ ദിവസവും അവിടെ ഉള്ള ആളാണ്,
പക്ഷേ അതുവരെ ഞാൻ ഈ ആളെ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ എപ്പോഴൊക്കെ എൻ്റെ ഭക്ഷണപ്പൊതി കയ്യിലുണ്ടോ അതിനെല്ലാം ഒരാളെ കാണിച്ചു തരികയും എല്ലാ ദിവസവും ഒരു ചെറിയ കാരുണ്യ പ്രവൃത്തിയെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി. പിന്നെ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം എപ്പോഴും ഉപ്പും അല്ലെങ്കിൽ നമ്മുടെ തൈലവും ഉപയോഗിച്ചിട്ട് കുരിശിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ രാത്രിയിൽ നമ്മുടെ ഉടമ്പടി പ്രാർത്ഥന കഴിയുമ്പോൾ നമ്മൾ ഉടമ്പടി തൈലം കയ്യിലെടുത്ത് വെക്കുന്നത് നെറ്റിയിൽ കുരിശ് വരച്ചിട്ട് അല്ലെങ്കിൽ തലയിൽ കുരിശ് വരച്ചിട്ടൊക്കെ പ്രാർത്ഥിക്കും. അങ്ങനെ കുരിശ് വരയ്ക്കുമ്പോൾ തലയിൽ കുരിശ് വരയ്ക്കുമ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, തലയ്ക്ക് ബുദ്ധിമുട്ടുള്ള എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മുമ്പ് പലതരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വളരെ സുഖകരമായ ശാരീരികമായ എല്ലാ അസ്വസ്ഥതകളും മാറി വളരെ സുഖകരമായ ശാരീരിക വേദനകൾ എവിടെയൊക്കെ വേദനയുണ്ടോ അവിടെയെല്ലാം ഞാൻ കുരിശിട്ടിട്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. അത്തരത്തിൽ എനിക്ക് ശാരീരിക അസ്വസ്ഥത മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ശാരീരിക അസ്വസ്ഥത മാറിക്കിട്ടുന്ന ഒരനുഭവം ഉണ്ടായിട്ടുണ്ട്. പരിശുദ്ധ കൃപാസന മാതാവിനും ഈശോയ്ക്കും സ്നേഹം നിറഞ്ഞ നന്ദി. സങ്കീർത്തനങ്ങൾ 23 1 മുതൽ 3 വരെ തിരുവചനങ്ങൾ. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. ആൻ്റണി ജോൺ എന്ന ഈ സഹോദരൻ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച അനുഭവങ്ങളെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നു. സഹോദരൻ പറയുന്നുണ്ട്, സഹോദരനും ജീവിത പങ്കാളിയും സർക്കാർ ഉദ്യോഗസ്ഥരാണ്. നല്ല സിബിൽ സ്കോറുണ്ട്. അതുകൊണ്ട് ബാങ്ക് ഇടപാടുകൾക്ക് ഒരിക്കലും യാതൊരു തടസ്സവും ക്ലേശവും ഉണ്ടാവേണ്ട കാര്യമില്ല. എന്നാൽ മക്കളുടെ പഠനവുമായി ബന്ധപ്പെട്ട് ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ലോൺ എടുക്കേണ്ടി വന്ന സാഹചര്യങ്ങളിൽ 4, 5, 6 തവണ പല ബാങ്കുകൾ കയറി ഇറങ്ങിയിട്ടും ഓരോരോ തടസ്സങ്ങൾ പറഞ്ഞ് ആ ബാങ്ക് ലോൺ ലഭിക്കാതെ മാസങ്ങൾ വൈകി മുന്നോട്ട് പോയ സാഹചര്യമാണ് സൂചിപ്പിച്ചത്. അമ്മ മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് ചെല്ലുന്ന ബാങ്കുകളിൽ ഉടമ്പടി ഉപ്പ് വിതറി പ്രാർത്ഥിക്കുകയും ആ ലോണും അതിൻ്റെ നിയോഗങ്ങളും അമ്മയുടെ തൃക്കരങ്ങളിൽ കൊടുത്തുകൊണ്ട് അമ്മ ഇത് എല്ലാ ക്ലേശങ്ങളും തടസ്സങ്ങളും നൂലാമാലകളും മാറ്റി അനുവദിച്ചു തരുവാൻ സഹായിക്കണം, ഇടപെടണമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കൊടുക്കുമ്പോൾ അന്ന് വരെ പറഞ്ഞിരുന്ന തടസ്സങ്ങളൊക്കെ മാറുകയും അന്ന് വരെ നിഷേധിച്ചിരുന്ന ലോണുകൾ അനുവദിക്കും വിധം കാര്യങ്ങൾ ക്രമപ്പെടുകയും ചെയ്യുന്നു. 2 കാര്യങ്ങളാണ് ആ ലോൺ ലഭിക്കുന്ന വിഷയത്തിൽ സഹോദരൻ പറയുന്നത്. ഒന്ന്, ഏറെ നാളുകൾ 5, 6, 4 മാസങ്ങൾ ഈ ലോണിൻ്റെ പുറകെ നടന്ന് നഷ്ടപ്പെട്ടിരുന്നു. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ദിവസങ്ങൾക്കുള്ളിൽ ലോൺ അനുവദിച്ചു കൊടുത്തു. രണ്ടാമത്തത്, 2 പേർക്കും ജോലിയുള്ളത് കൊണ്ട് കഴിവിൽ ആശ്രയിച്ച് മെറിറ്റ് കൊണ്ട് കിട്ടുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു. എന്നാൽ അമ്മ മാതാവ് കുടുംബത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തു, ഇത് മെറിറ്റിലല്ല, ദൈവകൃപയാൽ മാത്രമാണ്. ബൈ ഗ്രേസ് ഓഫ് ഗാഡ് ഇറ്റ് ഈസ് ഗിവൺ ഗ്രാൻറ്റഡ്. ദൈവകൃപയാൽ മാത്രം ഇത് അനുവദിച്ച് കിട്ടുന്നുവെന്ന് ബോധ്യപ്പെടുത്തുകയും വിശ്വാസത്തിൽ ആഴപ്പെടുത്തുകയും ചെയ്തു. ഇതാണ് ആദ്യം ഈ കുടുംബം പങ്കുവെച്ച സാക്ഷ്യം. മറ്റൊന്ന്, വിശുദ്ധ കുർബാനയോടുള്ള ഭക്തി. അത് കൂടുതൽ സജീവമായും അർത്ഥമറിഞ്ഞും സന്തോഷത്തോടെ ജീവിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തു. മറ്റൊന്ന്, ഔദ്യോഗിക ജീവിതം ഏറെ പ്രതിസന്ധി നിറഞ്ഞ ജീവിതമാണ്. ഒത്തിരി നൂലാമാലകളുള്ള കേസുകളും വിഷയങ്ങളും വരുന്ന ഒരു ജീവിതമാണ്. അതുകൊണ്ട് തന്നെ ഉടമ്പടിക്ക് മുമ്പ് ഇത് ആദിയുടെയും ആകുലതയുടെയും രാത്രി ഉറക്കമില്ലായ്മയുടെയും ജീവിതമായിരുന്നെങ്കിൽ ഇന്ന് അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ ഓഫീസിൻ്റെ എല്ലാ കാര്യങ്ങളും കൊടുത്ത് ശാന്തതയോടെയും സ്നേഹത്തോടെയും ഓരോ വിഷയത്തെയും സമീപിക്കുവാനും പരിഹാരങ്ങളും അതിന് വേണ്ടുന്ന തീരുമാനങ്ങളും എടുക്കുവാൻ സാധിക്കുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, അമ്മ മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ സാന്നിധ്യം സവിശേഷമാവിധം ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യം അനുഭവിക്കുവാൻ സാധിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. പ്രിയമുള്ളവരെ, ഇത് സമഗ്രമായ ആത്മീയ വിസ്ഫോടനത്തിൻ്റെ പദ്ധതിയാണ് കൃപാസനം ബനിയൻ ഉടമ്പടി എന്നത്. നമ്മുടെ ആത്മീയ മേഖലകളെ മുഴുവനും ഉടച്ചു വാർത്ത് ഒരു പുതിയ ഉന്മേഷം നൽകിക്കൊണ്ട് എങ്ങനെ ദൈവരാജ്യ പ്രവർത്തനം ഈ ലോകത്തിൽ സുഗമമായി വേഗതയിൽ നിർവഹിക്കുവാനാകുമെന്ന് നമ്മളെ പഠിപ്പിക്കുകയും അതിൽ ജീവിക്കുവാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നതാണ് മരിയൻ ഉടമ്പടി.
അതുപോലെ തന്നെ മറ്റുള്ളവരെല്ലാം അസാധ്യമെന്ന് പറഞ്ഞ് തള്ളിക്കളയുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കുമെന്ന വചനത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും ദൈവമാതാവ് ഈ ഉടമ്പടിയെടുത്ത് നിയോഗം സമർപ്പിക്കുമ്പോൾ നിയോഗങ്ങൾ അനുവദിച്ചു തന്നുകൊണ്ട് നമ്മളെ ബോധ്യപ്പെടുത്തി തന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഉടമ്പടി ജീവിതം അനുഗ്രഹ ജീവിതമാണ്. ഉടമ്പടി ജീവിതം അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കി തരുന്ന ജീവിതമാണ്. ഉടമ്പടി ജീവിതം സമയം ഒത്തിരി നഷ്ടപ്പെടുന്നുവെന്ന് കരുതുന്ന മേഖലകളിൽ സമയ ചുരുക്കത്തിൽ അനുവദിച്ചു തരുന്ന ജീവിതമാണ്. ഉടമ്പടി ജീവിതം വിശ്വാസങ്ങളെ ബോധ്യങ്ങളാക്കുകയും ബോധ്യങ്ങളെ ജീവിക്കുവാൻ നമുക്ക് കരുത്ത് പകരുകയും ചെയ്യുന്ന ജീവിതമാണ്. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവച്ചത്. നമ്മുടെ ജീവിതങ്ങളെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി മാറ്റുവാൻ സഹായിക്കണമേ എന്ന്, നിയോഗങ്ങളെ അതിവേഗം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കും. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നെനിക്ക് ഈ അൾത്താരയിൽ കയറി നിൽക്കുവാനും എൻ്റെ സാക്ഷ്യങ്ങൾ പറയുവാനും അനുഗ്രഹിച്ച എൻ്റെ ഈശോയ്ക്കും എൻ്റെ ദൈവമാതാവിനും എൻ്റെ ജീവനും ജീവിതവും സമർപ്പിക്കുന്നു. ആദ്യം തന്നെ ഞാൻ ഓൺലൈനായിട്ട് ആദ്യം ഉടമ്പടി എടുത്തത് നവംബർ 2023 അതും ഞാൻ എൻ്റെ ഈ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് ഞാൻ എൻ്റെ കസിൻ സിസ്റ്റർ പറഞ്ഞാണ്. അങ്ങനെ നവംബർ 2023 ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. അങ്ങനെ ഞാൻ അതിനകത്ത് എൻ്റെ ഒരു നിയോഗം സമർപ്പിച്ചു. എനിക്ക് നല്ല സാലറിയോട് കൂടി കുറച്ച് അവേഴ്സ് കൂടി ഒരു ജോലി തന്ന് അനുഗ്രഹിക്കണമെന്ന് ഞാൻ എൻ്റെ ദൈവമാതാവിൻ്റെ അടുത്ത് സമർപ്പിച്ചു. അങ്ങനെ എൻ്റെ ഫ്രണ്ട് വർക്ക് ചെയ്യുന്ന ഓഫീസിൽ ഒരു വേക്കൻസി ഉണ്ടെന്ന് അറിയുകയും ഞാൻ അവിടേക്ക് എൻ്റെ CV അയച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ വെക്കേഷനായിട്ട് നാട്ടിൽ വന്ന സമയത്ത് ഞാൻ ഫെബ്രുവരി 2024 ഞാൻ തീർത്ഥാടക ഉടമ്പടി എടുത്തു. അതിലും ഞാൻ സമർപ്പിച്ചു, മാതാവിനോട് പ്രാർത്ഥിച്ചു, ഞാൻ തിരിച്ചെന്നാണോ എത്തുന്നത് അന്ന് എനിക്ക് ഒരു നല്ല ജോലി തന്ന് അനുഗ്രഹിക്കണമെന്ന് ഞാൻ മാതാവിനോട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ചെന്നതിൻ്റെ തിരിച്ച് വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ച് എത്തിയതിന് പിറ്റേ ദിവസം തന്നെ ഞാൻ ആദ്യം CV അയച്ച ഓഫീസിൽ നിന്നും, അതായത് കമ്പനിയിൽ നിന്നും എനിക്ക് ഇൻ്റർവ്യൂവിന് വിളിച്ചു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഇൻ്റർവ്യൂവിന് ചെല്ലാൻ അവർ എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. അങ്ങനെ ഞാൻ ദൈവമാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഈശോയോടും പരിശുദ്ധാത്മാവിനോടും പ്രാർത്ഥിച്ച് നേർച്ച വസ്തുക്കളായ ഉപ്പും തൈലവും ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് അവർ പറയുന്നത് മനസ്സിലാവുകയും ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാവുകയും ചെയ്യണമേ എന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. വളരെ കൂളായിട്ട് ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ചു. ഞാൻ ആ ഇൻ്റർവ്യൂവിന് ഓഫീസിൽ കയറുന്നതിന് മുമ്പ് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഒരു തൊണ്ട് ഉപ്പിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, അവർ പറയണത് എനിക്ക് മനസ്സിലാവണം, ഞാൻ പറയണത് അവർക്കും മനസ്സിലാവണം, എനിക്ക് ആ ജോലി കിട്ടുകയും വേണമെന്ന് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അടുത്ത്. അങ്ങനെ ഞാൻ വളരെ കൂളായിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ആ ജോലി മാതാവ് പോസിറ്റീവായ ഒരു ആൻസർ തന്നെ എന്നെ അനുഗ്രഹിച്ചു. എന്നാലും ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോയ ഓഫീസ് ഒരു ഫർണിച്ചർ ബേസ്ഡായ UK കമ്പനിയിലാണ്. അതിൻ്റെ ബ്രാഞ്ചിലാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയത്. അതിൻ്റെ മെയിനായിട്ടുള്ളത് UK-യിലാണ്. അവിടുത്തെ UK-യിലെ ആ സാറ് പറഞ്ഞാലാണ് എനിക്ക് ജോലി കിട്ടുകയുള്ളൂ. അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് തുടർച്ചയായി പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ മാതാവിൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്തു. ജോലിക്ക് കുറച്ച് ഡിലേ വന്നു. ഞാൻ മാതാവിൻ്റെ അടുത്ത് അത്രയും നാൾ എനിക്ക് നല്ലൊരു ജോലി തന്ന് അനുഗ്രഹിക്കണം, ഈ ജോലി തന്നെ വേണം എനിക്ക്, അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചെങ്കിലും കുറച്ച് ഡിലേ വന്നപ്പോൾ ഞാൻ എൻ്റെ പ്രാർത്ഥന ഞാൻ മാറ്റി. ആ UK-യിലുള്ള ആ മെയിനായിട്ടുള്ള സാറിനെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെയും സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാനൊരു ദിവസം ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് പോസിറ്റീവായ ഒരു ആൻസർ എത്രയും വേഗം തരണമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ മാതാവ് പിറ്റേ ദിവസം തന്നെ എനിക്ക് പോസിറ്റീവായ ഒരു ആൻസർ തന്നെ അനുഗ്രഹിച്ചു. അതിന് എൻ്റെ ഈശോയോടും പരിശുദ്ധാത്മാവിനോടും ഈശോയോടും പരിശുദ്ധ അമ്മയോടും എൻ്റെ പരിശുദ്ധാത്മാവിനോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ രണ്ടാമത് പറയുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് തിരിച്ചെത്തി പിറ്റേ മാസം എൻ്റെ ഹസ്ബൻഡിന് എൻ്റെ നിയോഗത്തിലൊരു നിയോഗമായിരുന്നു എൻ്റെ ഹസ്ബൻഡിന് ഡ്രൈവിംഗ് ടെസ്റ്റ് കിട്ടണമെന്ന്. എല്ലാവർക്കും അറിയാവുന്ന പോലെ ഔട്ട് ഓഫ് ഇന്ത്യയിൽ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ പാടുള്ളൊരു കാര്യമാണ്. 3 തവണ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഹസ്ബൻഡ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അതൊന്നും കിട്ടിയില്ല. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം പിറ്റത്തെ മാസം തന്നെ മാതാവ് എൻ്റെ ഹസ്ബൻഡിന് ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് കൊടുത്ത് പാസ്സാക്കി. ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഹസ്ബൻഡ് പോകുന്നതിന് മുൻപ് മാതാവിനോട് ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു, ഇനിയും വിഷമിപ്പിക്കരുത്, ഈ ഡ്രൈവിംഗ് ടെസ്റ്റെങ്കിലും പാസ്സാവണം, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ എല്ലാവരുടെയും മുന്നിൽ ഹസ്ബൻഡ് നാണം കിടുമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു. ഹസ്ബൻഡ് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്നതിന് മുന്നേ ഞാൻ ഉപ്പും തൈലവും കൊടുത്ത് പ്രാർത്ഥിച്ചു. അതുപോലെ ഡ്രൈവിംഗ് ടെസ്റ്റിന് ചെന്നപ്പോൾ അത്രയും നാൾ പരിശീലിച്ചിരുന്ന കാറല്ല അന്ന് അവിടെ ഉണ്ടായിരുന്നത്, വേറൊരു കാറും അതുപോലെ തന്നെ അത്രയും ദിവസം പഠിപ്പിച്ചുകൊണ്ടിരുന്ന സാറുമല്ല ഉണ്ടായിരുന്നത്, വേറെ കാറും വേറെ സാറും.
ഹസ്ബൻഡ് എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു, പേടിയാവുന്നു, കിട്ടുകയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, കിട്ടും, മാതാവ് അനുഗ്രഹിക്കും എന്ന് പറഞ്ഞു. ഹസ്ബൻഡ് അവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിരുന്ന സമയത്ത് ഞാൻ എൻ്റെ മാതാവിൻ്റെ മുന്നിൽ കണ്ണുനീരോടുകൂടി മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു, ഹസ്ബൻഡിന് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവാൻ സാധിക്കണമെന്ന്. ഞാൻ കണ്ണടച്ച് തുറന്നപ്പോൾ എൻ്റെ മുന്നിൽ എൻ്റെ മാതാവ് ഒരു തീനാളത്തിൻ്റെ രൂപത്തിൽ മുകളിലേക്ക് പറന്നു പൊങ്ങുന്നത് ഞാൻ കണ്ടു. ഞാൻ മാതാവിനോട് പറഞ്ഞത്, ഞാൻ കണ്ടത് എൻ്റെ ഈ മാതാവിനെ ആണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി. എൻ്റെ ഹസ്ബൻഡിന് ഡ്രൈവിംഗ് ടെസ്റ്റ് കൊടുത്ത് അനുഗ്രഹിച്ച എൻ്റെ പരിശുദ്ധ അമ്മ മാതാവിനും എൻ്റെ ഈശോയ്ക്കും എൻ്റെ പരിശുദ്ധാത്മാവിനും ഒരുപാട് നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് അവിടെ ഒരു വീട് തന്ന് അനുഗ്രഹിക്കണമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. അങ്ങനെ ഒരു വീടിനായി ഞങ്ങളൊരു ഏജൻസി സമർപ്പിച്ചു, ഒരു ഏജൻസിയെ സമീപിക്കുകയുണ്ടായി. അങ്ങനെ ഏജൻസി അന്ന് ഞങ്ങൾ പോയ ആ ദിവസം ഏജൻസി തുറന്നിട്ടേ ഇല്ല. കുറേ നേരം ഞങ്ങൾ നിന്നു, ആ ഏജൻസി തുറന്നിട്ടില്ല. ഞാൻ എൻ്റെ കയ്യിൽ വിശുദ്ധ ഉപ്പ് കരുതിയിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ ഒരു തൊണ്ട് ഉപ്പ് ആ ഓഫീസിന് മുന്നിലിട്ട് പ്രാർത്ഥിച്ചു. ഈ ഓഫീസ് ഒന്ന് തുറക്കണേ എന്ന് ഞാൻ സമർപ്പിച്ച് മാതാവിനോട് പ്രാർത്ഥിക്കുകയുണ്ടായി. എന്നിട്ടും ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, എന്നാ വേണ്ട, സാരമില്ല, നമുക്ക് പോവാമെന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾ പോവാൻ തുടങ്ങിയപ്പോൾ തന്നെ ആ ഓഫീസ് ഓപ്പൺ ആക്കുകയുണ്ടായി. അങ്ങനെ ഞങ്ങളോട് പറഞ്ഞു, ഞാൻ അതിനു മുന്നേ മാതാവിൻ്റെ അടുത്ത് ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയുണ്ടായി. 15 എന്നുള്ളൊരു ഡേറ്റിന് മാതാവ് നല്ലൊരു വീട് തന്ന് ഞങ്ങൾക്ക് അനുഗ്രഹിക്കണമെന്ന് പറയുകയുണ്ടായി. അങ്ങനെ മാതാവ് 15 എന്നുള്ളൊരു ഡേറ്റിന് ഒരു ഏജൻസിയിലൊരു വീട് തന്ന് 15 എന്നുള്ളൊരു ഡേറ്റിന് എഗ്രിമെൻ്റ് എഴുതാമെന്ന് പറയുകയുണ്ടായി. അങ്ങനെ എഗ്രിമെൻ്റ് എഴുതാമെന്ന് പറയുകയുണ്ടായെങ്കിലും എൻ്റെ മനസ്സിലൊരു തോന്നൽ വന്നു, വേണ്ട, ആ വീട് വേണ്ട, വേറെ വീട് നോക്കാമെന്നൊരു തോന്നൽ വന്നു. അങ്ങനെ ഞാൻ മാതാവിൻ്റെ മുമ്പിൽ ഒരു പേപ്പർ ഇട്ട് സമർപ്പിച്ചു. എസ്സും നോയെന്നും പറഞ്ഞൊരു പേപ്പർ മടക്കി ഞാൻ മാതാവിൻ്റെ മുന്നിലിട്ടിട്ട് മാതാവിനോട് പറഞ്ഞു, മാതാവിന് എന്താണോ ഇഷ്ടം അതുപോലെ എനിക്ക് തരണം എന്ന് പറഞ്ഞു. ഞാൻ എടുത്തു, നോന്നാണ് വന്നത്. അതേപോലെ തന്നെ ഈ 15 എന്നുള്ളൊരു ഡേറ്റ് അതും ഞാൻ ഒരു പേപ്പറിൽ എഴുതി ഫോൾഡ് ചെയ്തിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 15 ഉള്ള ഡേറ്റിൽ മാതാവ് ആ വീട് എഗ്രിമെൻ്റ് ചെയ്തെന്ന് പറഞ്ഞെങ്കിലും ഞാൻ നോന്നുള്ളൊരു ആൻസർ കൊടുത്തേ. അപ്പോൾ ഈ പേപ്പർ അവിടെ ഞാൻ നല്ല രീതിയിൽ മടക്കി വെച്ചിരുന്ന പേപ്പറാണ്. പിന്നെ ഞാൻ കാണുന്നത് 1, 2 എന്നുള്ളൊരു ഡേറ്റാണ്. ആ 15 എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് ഞാൻ 1, 2 എന്നാണ് കാണുന്നത്. അങ്ങനെ ഞാൻ വിചാരിച്ചു, എന്നാൽ പിറ്റേ മാസം, അടുത്ത മാസം 12-ാം തീയതി മാതാവ് എനിക്കൊരു വീട് തന്ന് അനുഗ്രഹിക്കുമായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ മാതാവ് ഒരു വീട് തന്നു. 12-ാം തീയതിയല്ല, ഞാൻ ഏത് മാസമാണോ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചേ ആ മാസം 21-ാം തീയതി മാതാവ് ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ച പോലത്തെ ഒരു നല്ല ഭവനം തന്ന് എന്നെ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചു. ഞാൻ ആ വീടിന് ഹോം ഓഫ് ഗ്രേസ് എന്ന് പേരിടുകയും ചെയ്തു. അതുപോലെ തന്നെ അടുത്തതായി ഞങ്ങൾക്കൊരു കാറ് വേണമെന്ന് വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ മാതാവിൻ്റെ അടുത്ത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ ബഡ്ജറ്റിലൊടുങ്ങുന്ന ഒരു ഗ്രേ കളർ കാറ് തന്ന് അനുഗ്രഹിക്കണമെന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ മാതാവ് ഞങ്ങൾക്കൊരു സിൽവർ ഗ്രേ കളർ, മാതാവിൻ്റെ കളറുള്ളൊരു ഒതുങ്ങിയ കാറ് ഞങ്ങളുടെ ബഡ്ജറ്റിൽ തന്നെ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. അതിന് ഞാൻ എൻ്റെ ഈശോയോടും എൻ്റെ ഈശോമ്മയുടെ അടുത്തും പരിശുദ്ധാത്മാവിൻ്റെ അടുത്തും 1 കോടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ പഴയ ജോബ്, ഞാൻ നേരത്തെ ജോബ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഇന്ത്യൻ ഷോപ്പിലായിരുന്നു. അവിടെ കുറച്ച് നോർത്ത് ഇന്ത്യൻസും കുറച്ച് യുക്രൈൻസുമാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ഞാൻ പുതിയ ജോലി എനിക്ക് കിട്ടി. എനിക്ക് പുതിയ ജോലിയിലേക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പോൾ പോകാൻ പറ്റില്ല, ഇപ്പോൾ തിരക്കുള്ള സീസണാണ്, വിടില്ല എന്ന് പറഞ്ഞു. ഞാൻ ഓൾറെഡി മറ്റെടുത്ത് ജോയിൻ ചെയ്യാൻ ഡേറ്റും തീരുമാനിച്ച് അവരുടെ അടുത്ത് ഡേറ്റും പറഞ്ഞതായിരുന്നു. ഞാനത് മാതാവിൻ്റെ അടുത്ത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് പോകണം, എനിക്ക് ആ ജോലി വേണം, എനിക്ക് മാതാവ് എന്നെ അനുഗ്രഹിക്കണം, എന്നെ ഇവരിവിടെ നിന്ന് വിടണമെന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ അതും മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അവിടെ എനിക്ക് ഡ്യൂട്ടി എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തന്നു. വീക്കെൻഡിൽ മാത്രം ഞാൻ പഴയ ജോലിക്കും പോയി, അല്ലാത്ത വീക്ക് ഡേയ്സിൽ ഞാൻ പുതിയ ജോലിക്കും പോയി. അങ്ങനെ എനിക്ക് ഡബിൾ സാലറിയോട് കൂടി മാതാവ് എനിക്ക് 2 ജോലിയും തന്നു. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഒരു യാക്കോബായ വിശ്വാസിയാണ്. ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സോഷ്യൽ മീഡിയ വഴി എല്ലാ സാക്ഷ്യങ്ങളും അതുപോലെ തന്നെ അച്ഛൻ്റെ ധ്യാനങ്ങളും ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യും. ഒരു യാക്കോബായ വിശ്വാസിയായ എനിക്ക് കൊന്ത ചൊല്ലാൻ അറിയില്ല. എനിക്ക് വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു കൊന്ത ചൊല്ലാൻ പഠിക്കണം എന്നുള്ളത്. ഞാനങ്ങനെ കൊന്ത ചൊല്ലാൻ പഠിച്ചു. ഞാൻ യൂട്യൂബിൽ നോക്കി കൊന്ത ചൊല്ലാൻ പഠിച്ച് എല്ലാ ദിവസവും എൻ്റെ പ്രാർത്ഥനയ്ക്ക് മുന്നേ ഞാൻ കൊന്ത മുടങ്ങാതെ ഇപ്പോൾ ചൊല്ലുന്നു. കൊന്ത ചൊല്ലിയില്ലെങ്കിൽ, വേദപുസ്തകം വായിച്ചില്ലെങ്കിലും എനിക്കെന്തോ വളരെ വിഷമമാണ്, എനിക്കെന്തോ സംഭവിക്കാൻ പോകുന്നുള്ളൊരു തോന്നലും വരും. എനിക്കത് ചൊല്ലാതെ ഇരിക്കാനേ കഴിയത്തില്ല. ഞാനിപ്പോൾ വീട്ടിൽ ലേറ്റായിട്ട് വരണേ, എവിടെയെങ്കിലും പാർട്ടിക്ക് പോയിട്ടാണ് വരണേ, ലേറ്റായിട്ടാണ് വരണമെങ്കിലും ഞാൻ ആ കൊന്ത ചൊല്ലാതെയും വേദപുസ്തകം വായിക്കാതെ ഇരിക്കില്ല. അങ്ങനെ അരമണിക്കൂർ വേദപുസ്തകം വായിക്കുകയും കൊന്ത ചൊല്ലുകയും പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുകയും ചെയ്യും. എല്ലാ ട്യൂസ്ഡേയ്സും ഞാൻ ഫാസ്റ്റിംഗ് എടുക്കും. അതുപോലെ തന്നെ ഞാൻ പള്ളിയിലും പോകാറുണ്ട്.
എനിക്കറിയാവുന്ന എല്ലാവരുടെ അടുത്തും ഞാൻ മാതാവിനെക്കുറിച്ചും ഈശോനെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും ഞാൻ പറയാറുണ്ട്. അതുപോലെ തന്നെ എനിക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് ഞാൻ ഒരു വിഹിതം എല്ലാ മാസവും കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെക്കാറുണ്ട്. ആദ്യമൊക്കെ ഞാൻ ഓൾഡ് ഏജ് ഹോമിലാണ് ഞാൻ പൈസ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി, അവിടെ കൊടുക്കാൻ വേറെ ആൾക്കാരുണ്ട്, നീ നിൻ്റെ ചുറ്റിലുള്ള ആൾക്കാരെ ഒന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ നോക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ചുറ്റിലുള്ള ആൾക്കാരെ ഞാൻ തേടി പിടിച്ച് ഞാൻ അവരെ സഹായിക്കുവാൻ ഞാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എല്ലാ മാസവും എൻ്റെ സാലറിയിൽ നിന്ന് ഒരു വിഹിതം ഞാൻ എൻ്റെ കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു. അതുപോലെ തന്നെ കുറച്ച് ദേഷ്യം കൂടുതലുള്ള ആളാണ് ഞാൻ. എൻ്റെ ദേഷ്യം മാറ്റുകയും എനിക്ക് പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം തരികയും ഒരു ക്രിസ്ത്യാനിയായി ജനിച്ച ഞാൻ ഒരു ക്രിസ്ത്യാനിയായി മാറിയത് ഈ ഉടമ്പടിക്ക് ശേഷമാണെന്ന് ഞാൻ എവിടെ വേണമെങ്കിലും പറയും. അത്രയ്ക്ക് അനുഗ്രഹങ്ങളാണ് എനിക്ക് എൻ്റെ ഈശോയും എൻ്റെ ഈശോമയും പരിശുദ്ധാത്മാവും തന്നത്. എന്നും പ്രാർത്ഥിക്കുവാനും കൊന്ത ചൊല്ലുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും സഹായിക്കുവാനും കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ചെയ്യാൻ അനുഗ്രഹം തന്ന എൻ്റെ ഈശോയ്ക്കും എൻ്റെ പരിശുദ്ധാത്മാവിനും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ ഞാൻ നന്ദി പറയും. ജെറമിയ 7:23 എൻ്റെ വാക്ക് അനുസരിക്കുവിൻ, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവും ആയിരിക്കും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുവിൻ, നിങ്ങൾക്ക് ശുഭമായിരിക്കും. അഞ്ജലി കെ ബാബു എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ നന്മകളെ സന്തോഷത്തോടും നന്ദിയോടും കൂടി കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. മകൾ ആദ്യം സൂചിപ്പിച്ചത് ഒരു ജോലിയെക്കുറിച്ചാണ്. ചെയ്തിരുന്ന ജോലിയിൽ നിന്നും മറ്റൊരു ജോലിയിലേക്കുള്ള ഒരു മാറ്റം. അതിനുവേണ്ടി മകളെ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തത് ആദ്യത്തേത് വളരെ സന്തോഷത്തോടെ പൂർത്തിയായി. രണ്ടാമത്തെ ഇൻ്റർവ്യൂവിന് വേണ്ടി കാത്തിരുന്നു. അത് അല്പം വൈകിയെന്ന് കരുതി അത് നിരാശയിലേക്കും സങ്കടത്തിലേക്കുമല്ല, മറിച്ച് ആരാണോ ഇൻ്റർവ്യൂ നടത്തേണ്ടത് ആ വ്യക്തിയെയും കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കൂടുതൽ വിശ്വാസത്തിൻ്റെ തീഷ്ണതയിലേക്കാണ് മകളെ മാറ്റിയത്. മകൾ പറയുന്നുണ്ട്, ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ ജോലിയുടെ കാര്യങ്ങളെക്കുറിച്ചല്ല ശരിക്കും സംസാരിച്ചത്. കളിതമാശകളോടുകൂടി കുറേ കാര്യങ്ങൾ വ്യക്തിപരമായി അന്വേഷിക്കുകയും ഒരു സന്തോഷവും ഒരു സമാധാനവും വളരെ കൊഡിയാലിറ്റിയുമുള്ള ഒരു അന്തരീക്ഷവുമാണ് ആ ഇൻ്റർവ്യൂയിലൂടെ മകൾക്ക് പങ്കുവെച്ച് കിട്ടിയത്. മകൾ നേരത്തെ ജോലി ചെയ്തിരുന്നതിലും വളരെ മികച്ച സാലറിയോടുകൂടി ആ ജോലി നൽകുന്നതിനും അവിടെ കാരണമാവുകയും ചെയ്തു. മകൾ പറയുന്നുണ്ട്, ഞാൻ കാത്തിരുന്നെങ്കിലും എൻ്റെ കാത്തിരിപ്പ് പാഴായില്ല, മറിച്ച് കൂടുതൽ ശുഭകരമായ കൂടുതൽ നന്മയുള്ള ഒരു തൊഴിലിടത്തിലേക്ക് എന്നെ കൊണ്ടുപോയി. അപ്പോഴാണ് ആദ്യത്തെ തൊഴിലിടത്തിലുണ്ടായ പ്രശ്നം. അവിടെ ആ ജോലിയിൽ നിന്ന് പെട്ടെന്ന് പോകാൻ പറ്റില്ല എന്ന രീതിയിൽ അവർ നിർബന്ധം പിടിച്ചു. അപ്പോൾ പുതിയതിൽ ചേരുകയും വേണം, പഴയതിൽ നിന്ന് പോകാൻ പറ്റാത്ത അവർ വിടുന്നില്ല എന്ന രീതിയിലുള്ള നിർബന്ധവുമായി. വീണ്ടും അമ്മ മാതാവിൽ തന്നെയാണ് ശരണപ്പെടുന്നത്. അമ്മയുടെ കരങ്ങളിൽ നിയോഗം സമർപ്പിച്ച് ആർക്കും വേദനിക്കാത്ത പരിഹാരം നൽകണമെന്നാണ് പ്രാർത്ഥിച്ചത്. ആർക്കും വേദനിക്കാത്ത പരിഹാരം നൽകണം. അങ്ങനെയാണ് വീക്ക് ഡേയ്സിൽ പുതിയ കമ്പനിയിലും വീക്കെൻഡിൽ പഴയ കമ്പനിയിലും ജോലി ചെയ്യുന്ന വിധത്തിൽ കാര്യങ്ങൾ ക്രമീകരിച്ചു കൊടുത്തു. അതും ശുഭകരമാക്കുന്ന രീതിയിൽ നമ്മുടെ ഒരു നിയോഗത്തെ അമ്മ മാതാവ് എങ്ങനെ നമുക്കത് ഗുണകരമാക്കി മാറ്റുന്നുവെന്ന് മകളുടെ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ പറയുന്നുണ്ട്, ഡബിൾ സാലറിയോടുകൂടി ഒരു മാസം രണ്ടിടത്ത് ഒരുപോലെ വർക്ക് ചെയ്യുവാൻ അമ്മ മാതാവ് എനിക്ക് സാഹചര്യമൊരുക്കി. അമ്മ എന്നെ അങ്ങനെയാണ് ആ നാളുകളിൽ ആരെയും വേദനിപ്പിക്കാതെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ട്രാൻസിഷൻ സന്തോഷപൂർവ്വം നടത്തുന്നതിന് സഹായിച്ചുവെന്ന്. മറ്റൊന്ന് ജീവിത പങ്കാളിയുടെ ഡ്രൈവിംഗ് ലൈസൻസിനെ കുറിച്ചാണ്. അത് 3 തവണ പരാജയപ്പെട്ടിട്ടാണ് അമ്മയുടെ കരങ്ങളിൽ നിയോഗം സമർപ്പിക്കുന്നത്. അപ്പോൾ ആ തവണ കൂടുതൽ പ്രാർത്ഥിച്ചതിൻ്റെ, അമ്മയുടെ സംരക്ഷണമുള്ളതിൻ്റെ, ഉടമ്പടി തൈലവും നേർച്ച ഉപ്പും അതൊക്കെ സംരക്ഷണമായി കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഇത്തവണ വിജയിക്കുമെന്ന ഒരു ആത്മവിശ്വാസത്തോടു കൂടി അമ്മ സഹായിക്കും എന്നൊരു ബോധ്യത്തോടു കൂടിയാണ് അവിടെ ഫീൽഡിൽ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ അന്ന് വരെ പരിശീലിച്ച കാറില്ല, അന്ന് വരെ പഠിപ്പിച്ച സാറുമില്ല. നോക്കുമ്പോൾ അന്തരീക്ഷം മുഴുവനും കാർമേഘമായി. കാരണം എല്ലാം ആകെയുള്ള ബലം പരിശീലിച്ച കാറും പഠിപ്പിച്ച സാറുമാണ്. രണ്ടുപേരും അവിടെ കാണുന്നില്ല. പുതിയ അന്തരീക്ഷം, പുതിയ വാഹനം, പുതിയ സാഹചര്യം. അതുകൊണ്ടാണ് ഭാര്യയെ വിളിച്ച് പറയുന്നത്, ഇവിടെയും ഞാൻ പരാജയപ്പെട്ടു പോകും, എനിക്കൊട്ടും ആത്മവിശ്വാസമില്ലെന്ന്. മകൾ വീണ്ടും പറഞ്ഞു കൊടുക്കുന്നത്, ഇത് തോൽക്കില്ല, ഇത് അമ്മയുടെ ഉടമ്പടി പ്രകാരം നമ്മൾ ഈ പരീക്ഷ, ഈ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പങ്കെടുക്കുകയാണ്. ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും മാതാവിനോട്,
ധൈര്യമായിട്ട് അതിൽ പങ്കെടുക്കുന്ന മകൾ പറഞ്ഞു, മുട്ടുകുത്ത് നിന്ന് കരം വിരിച്ച മാതാവിനോട് ആ പരീക്ഷയുടെ സമയം മുഴുവനും, ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ മുഴുവൻ സമയത്തും മകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. യാതൊരു കുഴപ്പവുമില്ലാതെ വിജയം അമ്മ മാതാവ് ആ മകന് നൽകുകയും ലൈസൻസ് നൽകുകയും ചെയ്തു. അതും ശുഭകരമാക്കി കൊടുത്തുവെന്ന. പിന്നെ മറ്റൊരു വാഹനം സ്വന്തമാക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമമാണ്. 2 പ്രശ്നമുണ്ട്. സാമ്പത്തികം കുറവാണ്, വാഹനത്തിൻ്റെ വിലയും വാഹനവും വലുതാണ് കാണുന്നതൊക്കെയും. പിന്നെ ആദ്യം മുതലേ മനസ്സിലൊരു നിശ്ചയമുണ്ടായിരുന്നു, ഗ്രേ കളർ വാഹനം തന്നെ വേണം. ഇങ്ങനെ 3-4 കണ്ടീഷൻസ് മനസ്സിൽ വെച്ച് അമ്മയ്ക്ക് കൊടുത്തുകൊണ്ടാണ് ഈ വാഹനത്തിന് വേണ്ടിയുള്ള അന്വേഷണം തുടങ്ങുന്നത്. മകൾ അത് പറഞ്ഞു തീർക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഒതുങ്ങിയൊരു വാഹനം, കുടുംബത്തിന് ഞങ്ങൾക്ക് പറ്റിയൊരു വാഹനം, ഞങ്ങൾ ആഗ്രഹിച്ച ഒരു ബഡ്ജറ്റിൽ നിൽക്കുന്നൊരു വാഹനം ഗ്രേ കളറോടുകൂടി അമ്മ മാതാവ് ഞങ്ങൾക്കത് അനുവദിച്ച് നൽകി. അതാണ് മകളെ പറഞ്ഞ മറ്റൊരു സാക്ഷ്യം. മറ്റൊന്ന് മകളെ സൂചിപ്പിച്ചത് ഒരു വീടിനെ കുറിച്ചാണ് സൂചിപ്പിച്ചത്. അതും ഇങ്ങനെ കുറേ തിരക്ക് നടക്കുന്നുണ്ട്. ഒരു വീട് സ്വന്തമായിട്ടൊന്ന് കണ്ടെത്തുവാൻ വില പറയുന്നതൊക്കണം, വീട് ചേരുന്ന പരുവത്തിലാവണം. ഇങ്ങനെ ഇതും അന്വേഷിക്കുമ്പോൾ ഒരിക്കലും സംശയങ്ങളില്ല, അന്വേഷിക്കുമ്പോൾ ഒരിക്കലും ആദിയുമില്ല. കാരണം ഇത് തുടങ്ങുന്നത് അമ്മയുടെ സന്നിധാനത്തിലാണ്. അമ്മയെയാണ് ആദ്യം ഏൽപ്പിച്ചു കൊടുക്കുക, അമ്മയോടാണ് ആദ്യം കാര്യം പറയുക. അമ്മ മാതാവ് വഴി നടത്തണം, കാണിച്ചു തരണം. ഞങ്ങൾക്കിഷ്ടമുള്ളത് അമ്മയ്ക്കിഷ്ടമുള്ളത് ഞങ്ങൾക്കിഷ്ടപ്പെടുവാൻ വേണ്ടി അമ്മ ഞങ്ങളെ സഹായിക്കണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ പ്രയോറിറ്റീസ് നമ്മുടെ ഇഷ്ടങ്ങളിൽ നിന്ന് ദൈവേഷ്ടങ്ങളിലേക്ക് മാറുന്നുണ്ടോ? ദൈവേഷ്ടങ്ങളിലേക്ക് മാറുമ്പോൾ നമുക്ക് തുറക്കുന്ന വാതിലുകൾ ഒത്തിരിയായിരിക്കും, നമുക്ക് കാണിക്കുന്ന കാഴ്ചകൾ ഒത്തിരിയായിരിക്കും. സെലക്ട് ചെയ്യുവാൻ ഒത്തിരി ഇടങ്ങളിൽ നമ്മളെ കൊണ്ടെത്തിച്ച് അമ്മ മാതാവ് സഹായിക്കും. മകൾ പറയുന്നുണ്ട്, സുന്ദരമായൊരു വീട്, ആഗ്രഹിച്ചതൊക്കെയുള്ളൊരു വീട് ഞങ്ങൾക്ക് അമ്മ മാതാവ് കണ്ടെത്തി നൽകി. അതുകൊണ്ട് തന്നെ അതിൻ്റെ പേര് ഹോം ഓഫ് ഗ്രേസ് എന്നിട്ട് ഇടുകയും ചെയ്തു. കൃപയുടെ ഭവനമെന്ന് ആ വീടിന് ഞങ്ങൾ പേരുമിട്ടു. പ്രിയമുള്ളവരെ, ഈ മകൾ സാക്ഷ്യം പറയുമ്പോൾ നമ്മളിങ്ങനെ ജ്വലിച്ചുകൊണ്ടാണ് കേട്ടുകൊണ്ടിരുന്നത്. എത്ര കണ്ട് അമ്മ മാതാവിൽ ശരണപ്പെട്ട് സ്നേഹിച്ച് പ്രാർത്ഥിക്കുന്നു, എത്ര കണ്ട അമ്മ മാതാവിനെ ഉടമപ്പെടുത്തിക്കൊണ്ട് ഓരോ നിയോഗവും ഏൽപ്പിച്ചു കൊടുക്കുന്നു, എത്ര കണ്ട് വരാവുന്ന പ്രതിസന്ധികളെയും പരാജയങ്ങളെയും ഒന്നും പരിഗണിക്കാതെ എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന ശുഭകരമാക്കുന്ന അമ്മയിലുള്ള പ്രത്യാശയിൽ മകൾ ആ ഓരോ കാര്യത്തെയും സമീപിക്കുന്നു. താമസിക്കുമെന്നറിയുമ്പോഴും താമസം എനിക്ക് നാശത്തിനല്ല, മറിച്ചത് ക്ഷേമത്തിനും ശുഭകരമായ ഭാവിക്കും വേണ്ടി ദൈവം ഒരുക്കുന്ന സമയമാണ് എന്ന ബോധ്യത്തോടു കൂടി ജീവിതത്തെ നയിക്കുവാൻ മകൾക്ക് സാധിച്ചുവെന്നത് മകളുടെ വാക്കുകളിലൂടെ നമുക്ക് ആവർത്തിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. ഈ കുടുംബത്തിൽ ലഭിച്ച ഈ ഓരോ നന്മകൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ നിയോഗങ്ങൾ അത് ഓരോന്നും ശുഭകരമാക്കുവാൻ അമ്മയുടെ വലിയ സാന്നിധ്യം നമുക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം. മകൾ പറയുന്നുണ്ട്, ക്രിസ്ത്യാനിയായി ജനിച്ചുവെങ്കിലും ക്രിസ്ത്യാനിയായി ജീവിക്കുവാൻ എന്നെ പഠിപ്പിച്ചത് ഈ ഉടമ്പടിയാണ്. ഉടമ്പടിയെ നമ്മൾ സ്നേഹിക്കുമ്പോൾ ഉടമ്പടി നമ്മുടെ ജീവിതത്തെ അതിൻ്റെ എല്ലാ മേഖലകളിലും, സാമ്പത്തിക മേഖലകൾ, ആരോഗ്യ മേഖലകൾ, സംരക്ഷണ മേഖലകൾ, വ്യക്തിബന്ധങ്ങളുടെ മേഖലകൾ, എല്ലാ മേഖലകളിലും ഒരുപോലെ അത് സഹായിച്ചു കൊണ്ടിരിക്കും. ഒരുപോലെ അത് ഈശോയിൽ നിന്ന് കൃപാസന മാതാവ് ഈ ആലയത്തിൽ ജീവനോട് പ്രത്യക്ഷപ്പെട്ട അമ്മ നിരന്തരം നമുക്ക് തുണ നൽകിക്കൊണ്ടിരിക്കും. അതിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിൽ ലഭിച്ച ഈ നന്മകൾക്ക് നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം.